നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. FC ബാഴ്സലോണയ്ക്ക് എന്തു പറ്റി? സീസണിൻ്റെ തുടക്കത്തിൽ കുതിച്ചു പാഞ്ഞ ബാഴ്സ ഒരല്പം കിതക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ലാലിഗയിൽ. ലാലിഗയിൽ ഇന്നലെയും അവർ പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. നവംബർ മാസത്തിൽ പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്ത് വല്ലാത്ത അവസ്ഥയിൽ എത്തിയിട്ട് ഡിസംബർ തുടങ്ങുമ്പോൾ ഹൻസി ഫ്ലിക്ക് പറഞ്ഞില്ലേ, നശിച്ച നവംബർ പോയി കിട്ടി, ഇനി ഡിസംബറിൽ കാര്യങ്ങൾ ബെറ്റർ ആവുമെന്ന്. എവിടെ ബെറ്റർ ആവുന്നു? വീണ്ടും ലാലിഗയിൽ അവർ ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. തുടർച്ചയായ മത്സരങ്ങളിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നു. ഇന്നലെ ലഗാനസിനോട് ഏകപക്ഷീയമായ ഒരു ഗോളിന് തോറ്റതോടെ 18 കളികളിൽ നിന്ന് 38 പോയിന്റ് എന്ന സ്ഥിതിയിലായി. അത്ലറ്റിക്കോ മാഡ്രിഡിന് 38 പോയിന്റാ, ഒരു കളി അവർ കുറച്ചാണ് കളിച്ചത്. റയൽ മാഡ്രിഡിന് 37 പോയിന്റാ, അവരും ഒരു കളി കുറച്ചാണ് കളിച്ചത്. സോ അവരവരുടെ വരുന്ന മത്സരങ്ങളിൽ പോയിന്റുകൾ പിക്ക് ചെയ്താൽ ബാഴ്സയ്ക്ക് 3-ാം സ്ഥാനത്തേക്ക് ഇറങ്ങേണ്ടി വരും. ഒന്നാമത് വിരാജിച്ച ബാഴ്സ എങ്ങനെ ഇങ്ങനെയായി? തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവുമുണ്ട്. എൽ ക്ലാസിക്കോയിൽ ബെർണാബുവിൽ പോയിട്ട് അവരെ വിറപ്പിച്ച ബാഴ്സ ടീം അതിനുശേഷം പിന്നീട് അത്ര മികവിലേക്ക് പോയിട്ടില്ല. നിരന്തരമുള്ള കളികൾ സ്വാഭാവികമായിട്ടും താരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും പരിക്കും അതുപോലെ തന്നെ ടയേർഡാവുന്ന വിഷയമൊക്കെ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ റാഫീഞ്ഞയെ പിൻവലിച്ചതിൻ്റെ കാരണം പറഞ്ഞത് അദ്ദേഹം ടയേർഡായിരുന്നു എന്നാണ് കോച്ച് പറഞ്ഞത്. നിരന്തരമുള്ള കളികൾ, ഷെഡ്യൂളുകളൊക്കെ താരങ്ങളെല്ലാവരെയും ബാധിക്കുന്നുണ്ട്. ബാഴ്സയുടെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ കൃത്യമായ കണക്കെടുത്ത് നോക്കിയാൽ വളരെ പരിതാപകരമാണ്. സമീപകാലത്തെ കണക്കുകളാണ് പറയുന്നത്. മിസ്ഡ് ബിഗ് ചാൻസസ് ഇൻ ലാലിഗ ദിസ് സീസൺ. ഈ സീസണിൽ ഏറ്റവും അധികം ബിഗ് ചാൻസുകൾ ലാലിഗയിൽ മിസ് ചെയ്ത ടീം ഏതാണ്? ബാഴ്സലോണയാണ്. 44 ബിഗ് ചാൻസുകൾ ബാഴ്സലോണ മിസ് ചെയ്തിട്ടുണ്ട്. ഇന്നലെയും അതൊക്കെയാണ് നമ്മൾ കണ്ടത്. രണ്ടാമതുള്ളത് റയൽ ബെറ്റീസാണ്. അവർ പക്ഷേ 10 എണ്ണത്തിന് പുറകിലാണ്. അതായത് അവർ 34 എണ്ണമേ മിസ് ചെയ്തിട്ടുള്ളൂ. മൂന്നാമത് റയൽ മാഡ്രിഡാണ്, 31 ബിഗ് ചാൻസുകൾ മിസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞില്ല. ഇനി നമ്മളൊരു കാര്യം കൂടി പറയുന്നുണ്ടല്ലോ, ചാവിയേക്കാൾ ബെറ്ററായി ഹൻസി ഫ്ലിക്ക് ടീമിനെ മാറ്റിയെന്ന്. എന്നാൽ 18 ലീഗ് മത്സരങ്ങളായി ഇപ്പോൾ കഴിഞ്ഞത്. ചാവിയുടെ ആദ്യ സീസണിൽ 18 ലീഗ് മത്സരങ്ങൾ കഴിയുമ്പോൾ ബാഴ്സയ്ക്ക് എത്ര പോയിൻ്റ് ഉണ്ടായിരുന്നു എന്നറിയാമോ? 47 പോയിൻറ്റുകളാണ് 2022-23. അദ്ദേഹത്തിൻ്റെ രണ്ടാം സീസൺ, ഈ സാക്ക് ചെയ്യപ്പെട്ട സീസണിൽ 2023-24 38 പോയിൻറ്റുകൾ. 38 പോയിൻറ്റുകൾ. ഇപ്പോഴോ എന്ത് മെച്ചമുണ്ടായെന്നാണ് പറയുന്നത്? 2024-25 ഇപ്പോഴും 38 പോയിൻ്റാണ്. സോ കണക്കുകൾ എടുത്ത് നോക്കിയാൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. ബാഴ്സലോണ കഴിഞ്ഞ 1.5 മാസത്തിനിടക്ക് ലാലിഗയിൽ ഒറ്റ കളി മാത്രമാണ് വിജയിച്ചത്. കണക്കുകൾ പറയാതെ പോകാൻ പറ്റില്ലല്ലോ. നോക്കുക, ലാലിഗയിലെ ആദ്യത്തെ 10 മത്സരങ്ങൾ, ഈ സീസണിലെ ആദ്യത്തെ 10 മത്സരങ്ങളിൽ ബാഴ്സ 9 എണ്ണം വിജയിച്ചു. ഒരേ ഒരു തോൽവി, 33 ഗോളടിച്ചു, 10 എണ്ണമേ തിരികെ വാങ്ങിയുള്ളൂ. ഇപ്പോൾ അതിനുശേഷമുള്ള 8 കളികളിൽ ബാഴ്സ വിജയിച്ചത് 3 എണ്ണം. 2 ഡ്രോകൾ, 3 തോൽവികൾ, 17 ഗോളുകൾ അടിച്ചിട്ട് 10 എണ്ണം തിരികെ വാങ്ങി. സോ അവിടെയുണ്ട് ആ വ്യത്യാസം. ബാഴ്സലോണയുടെ കാര്യം ഇപ്പോൾ ഒരല്പം പരുങ്ങലിലാണ്. തിരികെ പിടിക്കാൻ ഹൻസി ഫ്ലിക്കിനാവുമോ? അതാണ് ചോദ്യം. ഫ്ലിക്ക് പരിശീലക സ്ഥാനം ഏറ്റെടുത്തപ്പോഴേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, പരാതി പറയാൻ ഞാനില്ല, പരിഭവങ്ങൾ പറയാൻ ഞാനില്ല, ഉള്ള വിഭവങ്ങൾ വെച്ച് വർക്ക് ചെയ്യാനാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്ന്. ഈ വിഭവങ്ങൾ വെച്ച് തന്നെ അദ്ദേഹം ടീമിനെ തിരികെ വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുപോകുമോ? ആ മാജിക്ക് കാണാൻ പറ്റുമോ? കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.